മർത്തമ യുവജന സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായി ഈ കാലയളവിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന കരവളൂർ ബഥേൽ മർത്തമ ഇടവക അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട റവൻ വിപിൻ ജോൺ അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന യുവജനങ്ങളെ, ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിന് കാരണം അമൽ ഇവിടെ വന്നിരിക്കുന്ന യുവജന സഖ്യാംഗങ്ങളെ സ്വാഗതം ചെയ്യുവാൻ വിട്ടുപോയി. ഭാരവാഹികളെ വരെ സ്വാഗതം ചെയ്തുള്ളൂ. എല്ലാ യുവജന സഖ്യാംഗങ്ങളെയും മാതാപിതാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ, ഈ സെൻട്രലിലെ വൈദിക ശ്രേഷ്ഠർ, എല്ലാവരും മിക്കവാറുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ള അച്ഛന്മാരും എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. 2024-25 വർഷത്തെ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞൊരു വർഷക്കാലം ഏറ്റവും ഭംഗിയായി പ്രവർത്തിപ്പാനായിട്ട് ഈ സെൻറ്ററിന് സാധിച്ചു. ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വർഷക്കാലം നമുക്ക് നന്നായി പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചതിൽ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. അതുകൂടാതെ കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചതായ ഭാരവാഹികളെയെല്ലാം ഈ സമയത്തൊന്ന് ഓർക്കുന്നു. ഈ വർഷം എൻ്റെ കൂടെ പ്രവർത്തിപ്പാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നതായ ഭാരവാഹികളെയും ഈ സമയത്ത് ഓർക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും ചേർന്നുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഇടവകയിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ദേറായിൽ വെച്ച് ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു. അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ലീഡർ അല്ലെങ്കിൽ ഒരു ടീം എന്താണ്, ഗ്രൂപ്പ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു ടീമിന് ഒരു ലീഡർ ഉണ്ടാകും. അതിന് അഭിപ്രായങ്ങൾ മാനിച്ച്, എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് നേതൃത്വം കൊടുക്കുന്ന ഒരാളായിരിക്കും ലീഡർ. ലീഡർ ആ ടീമിൻ്റെ ഉള്ള അംഗങ്ങളെയെല്ലാം വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് തയ്യാറാകും. എന്നാൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ മിക്കവാറും ആരെയും വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് തയ്യാറാകില്ല. ഗ്രൂപ്പിസം കളിക്കാനായിട്ട് നമുക്ക് താല്പര്യം. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു നല്ല ടീമായിട്ട് വർക്ക് ചെയ്യണം. ഒരു ടീം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഡിവിജ്വലി എല്ലാവർക്കും വളരുവാനുള്ള സമയം ഉണ്ടാവണം. ഈ യുവജന സഖ്യത്തിനകത്ത് എല്ലാവർക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, എല്ലാവരും കൂടെ ഒരുമിച്ച് യുവജന സഖ്യത്തിൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ കുളമായി പോവും. എന്നാൽ നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്നതായ അനേകം കാര്യങ്ങൾ നമ്മുടെ യുവജന സഖ്യത്തിനകത്തുണ്ട്. അത് ഒരുമിച്ച് ചെയ്യുവാൻ, ഒരുമിച്ച് പ്രവർത്തിപ്പാനായിട്ട് ഇത്രയും പേരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ഈ പ്രവർത്തന ഉദ്ഘാടനം മൂലം ഇടയാക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്ററിലുള്ള എല്ലാ അച്ഛന്മാരുടെയും സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തുടർന്നുള്ള പ്രോഗ്രാമുകളിലും ഈ സെൻറ്ററിലെ എല്ലാ അച്ഛന്മാരുടെയും സഹകരണം പ്രത്യേകിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ വർഷം മിഷൻ ടു പാരീഷ് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സെൻറ്ററിലെ മുഴുവൻ അച്ഛന്മാരുടെയും സാന്നിധ്യത്തിൻ്റെ നിന്നുകൊണ്ടാണ് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഏറ്റവും അവസാനം അതിനെപ്പറ്റി പറയാം, എങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സെൻറ്ററിലെ മുഴുവൻ അച്ഛന്മാരെയും ഞങ്ങൾക്ക് സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കിന്ന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വിളിച്ച് അച്ഛനോട് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സന്തോഷത്തോടെ ഞാൻ വരാമച്ചാ, എന്നുള്ള ക്രമീകരണങ്ങൾ ചെയ്തോ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 3 മണിയാകുമ്പോൾ എനിക്കിവിടെ നിന്ന് പോകണം. അതുകൊണ്ട് തന്നെ വാക്കുകൾ കൂടുതലൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ ഈ സെൻട്രൽ യുവജന സഖ്യത്തിൻ്റെ ഈ പ്രവർത്തന ഉദ്ഘാടന മീറ്റിങ്ങിലേക്ക് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു അച്ഛൻ.